അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഹദീസ് ഓരോ ദിവസവും പഠിക്കുന്നതിലൂടെ പുതിയ ഒരു അറിവ് നമുക്ക് നേടാം ദിവസവും എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. 32ാമത്തെ ഭാഗമാണ് ഇത്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. യൂശികു അൻ തദാഅ അലൈക്കുമുൽ ഉമമു കമാ തദാഅൽ അകലതു ഇലാ ഖസ്അതിഹാ ഖീല അവ മിൻ ഖില്ലത്തിൻ ബിനാ യൗമഇദിൻ യാ റസൂലല്ലാഹ് ഖാല ബൽ ഇന്നകും യൗമഇദിൻ കസീറൂന വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈലി വഖദ് നസല ബികുമുൽ വഹ്നു ഖീല വമൽ വഹ്നു യാ റസൂലല്ലാഹ് ഖാല ഹുബ്ബുദ് ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. അബൂ ദാവൂദ് എന്ന് പറയുന്ന കിതാബിൽ ഈ ഹദീസ് കാണാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യൂസികു അൻ തദാഅ അലൈക്കുമുൽ ഉമമു കമാ തദാഅൽ അകലതു ഇലാ ഖസ്അതിഹാ. ഭക്ഷണത്തളികയുടെ ചുറ്റുഭാഗത്തും ഇരിക്കുന്നവർ അവരുടെ കൈകളെ ഭക്ഷണത്തളികയിലേക്ക് നീട്ടുന്നത് പോലെ പല സമൂഹങ്ങളും നിങ്ങളിലേക്ക് കൈ നീട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ മേലിൽ വിവിധ വിഭാഗം ആളുകൾ അക്രമം നടത്തുന്നതാണ് എന്നതിലേക്ക് സൂചനയാണ്. അത് അക്രമം നടത്തുന്നവരുടെ കുഴപ്പം അല്ല, ഈ സമുദായത്തിന്റെ മോശമാണ് എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ഹദീസ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അവം മിൻ ഖില്ലത്തിൻ ബിനാ യൗമഇദിൻ യാ റസൂലല്ലാഹ്, അന്ന് ഞങ്ങൾ വളരെ കുറഞ്ഞ ആളുകളായിരിക്കുമോ അല്ലാഹുവിന്റെ റസൂലേ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൽ, നിങ്ങൾ കുറഞ്ഞവരാവുകയില്ല, ഇന്നക്കും യൗമഇദിൻ കസീറുന, അന്ന് നിങ്ങൾ വളരെയധികം ആളുകളുണ്ടാകും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈലി, വലിയ വെള്ളം ഒഴുകിപ്പോകുന്ന സമയത്ത് അതിലൂടെ ഒഴുകിപ്പോകുന്ന ചണ്ടികളെ പോലെ ആയിരിക്കും നിങ്ങൾ. വഖദ് നസല ബികുമുൽ വഹ്നു, നിങ്ങളെ വഹ്ന് പിടിപെട്ടിരിക്കും, വഹ്ന് നിങ്ങളിൽ വന്ന് ഇറങ്ങിയിരിക്കും. ഖീല, സഹാബാക്കളിൽപ്പെട്ട ആരോ ചോദിച്ചു, ഖീല, ചോദിക്കപ്പെട്ടു, വമൽ വഹ്നു യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് പിടിപെടുന്ന രോഗം വഹ്നാണല്ലോ, എന്താണത്, ഒന്ന് വിവരിച്ചു തരുമോ എന്ന് ഒരു സഹാബി ചോദിച്ചപ്പോൾ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബുദ് ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ഈ ദുനിയാവിനോടുള്ള അതിയായ സ്നേഹം, മരണത്തിനോടുള്ള വെറുപ്പ്, ഇത് രണ്ടും നിങ്ങളെ പിടികൂടിയിട്ടുണ്ടായിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് നിങ്ങളെ എത്ര അധികമുണ്ടെങ്കിലും നിങ്ങൾക്കൊന്നിനും സാധിക്കാത്ത അവസ്ഥയായിരിക്കും എന്ന് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകർ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.